ടാക്സും ഇല്ല, പൊല്യൂഷനും ഇല്ല, ഇൻഷുറൻസും ഇല്ല, ഒന്നും ഇല്ലാത്ത വണ്ടികളാണ് ഈ പഠിച്ച ടൂറിസം നടത്തുന്നത്, പെർമിറ്റ് എടുക്കാതെ പോലും. നിയമമായിട്ട് ഒരു കാരണവശാലും ഇൻഷുറൻസ് ഈ ബഡ്ജറ്റ് ടൂറിസത്തിൽ പോകുന്ന ആളുകൾ കിട്ടൂല. ആ സ്റ്റേജ് ഗാരേജ് വാഹനങ്ങൾ കോണ്ടാക്ട് ഗാരേജിന്റെ ട്രിപ്പാണ് അവർ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു വണ്ടികൾ കളറടിച്ച് ഓടാവുന്നു, മറ്റുള്ള വണ്ടി കളറടിച്ച് ഓടാൻ പാടില്ല. ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടോ KSRTC. നമസ്കാരം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു അപകടത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു നമ്മുടെ നാട്ടിലെ സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സുകൾക്കെല്ലാം ഏകീകൃതമായ നിറം കൊണ്ടുവരുന്നതിന് വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ തീരുമാനിച്ചത്. ഈ തീരുമാനം അന്ന് വലിയ വിവാദവും കൊള്ളക്കൊക്കെ ഉണ്ടാക്കിയിരുന്നു. നിരവധി ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. എന്നാൽ അതിനുശേഷം പിന്നീട് ഈ തരത്തിൽ സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സുകളെല്ലാം തന്നെ വെളുത്ത നിറത്തിലേക്ക് മാറുന്നത് നാം കണ്ടു. എന്നാൽ ഈ നിയമം എല്ലാവർക്കും ബാധകമല്ല എന്നുള്ളൊരു ചോദ്യമാണ് കോണ്ടാക്ട് കാരേജ് ഓണേഴ്സ് കമ്മ്യൂണിറ്റി നമ്മളോട് ചോദിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ അവർ നിരവധി ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. KSRTC ബസ്സുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ആരോപണങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. കാരണം KSRTC ബസ് ഇത്തരത്തിൽ നിരവധി വർണ്ണശബളമായ നിറങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. മാത്രവുമല്ല, അവർ സ്റ്റേജ് കാരേജ് പെർമിറ്റ് മാത്രമുള്ള വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കോണ്ടാക്ട് കാരേജ് സർവീസുകൾ നടത്തുന്നു. ഇത് തങ്ങളുടെ വയറ്റത്തടിക്കുന്ന നടപടിയാണ് എന്നുള്ളൊരു ചോദ്യമാണ്, എന്നുള്ളൊരു ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. എന്തൊക്കെയായാലും ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് പ്രതികരിക്കുന്നത് കോണ്ടാക്ട് കാരേജ് ഓണേഴ്സ് കമ്മ്യൂണിറ്റിയുടെ സംസ്ഥാന രക്ഷാധികാരിയായിട്ടുള്ള ശ്രീ ജലീലാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ. KSRTC മെയിൻ ആയിട്ട് തന്നെ ബഡ്ജറ്റ് ടൂറിസം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സത്യം പറഞ്ഞാൽ സ്റ്റേജ് ഗാരേജ് വാഹനങ്ങളാണ്. ആ സ്റ്റേജ് ഗാരേജ് വാഹനങ്ങൾ കോണ്ടാക്ട് ഗാരേജിന്റെ ട്രിപ്പാണ് അവർ ഓടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു കാരണവശാലും അങ്ങനെ ഓടാൻ പാടില്ല. ഞാൻ RTOയിലേക്ക് അതിന് വിവരാവകാശം കൊടുത്തിരുന്നു. അപ്പോൾ നിയമപ്രകാരം പറഞ്ഞത് അവർ ഓടുകയാണെങ്കിൽ സ്പെഷ്യൽ പെർമിറ്റ് എടുക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചാൽ സ്പെഷ്യൽ പെർമിറ്റ് KSRTC എടുക്കാറുണ്ടോ ചോദിച്ചപ്പോൾ അതില്ല എന്നാണ് പറഞ്ഞത്. അവർക്കും ഞങ്ങൾക്കും തുല്യ നിയമമാണ്. പക്ഷെ അവരാണെങ്കിൽ ഞങ്ങളൊരു സ്പെഷ്യൽ പെർമിറ്റ് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ഫീസ് അടക്കണം, പിന്നെ പെർമിറ്റ് എടുക്കണം, ഒക്കെ ചെയ്യണം. ഇത് സാധാരണ സ്റ്റേജുകാർ എടുക്കുകയാണെങ്കിൽ ഇവർ ഫീസില്ല. സർക്കാരിലേക്ക് ഭീമമായ ഒരു സംഖ്യ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഈ KSRTC ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവർ കുറച്ചൊരു ലാഭം ഉണ്ട് എന്ന് ഇവർ പറയുന്നുണ്ടെന്നല്ലാതെ മൊത്തത്തിൽ കണക്കൂട്ടി കഴിഞ്ഞാൽ സർക്കാർ നഷ്ടമായിരിക്കും. കാരണം കണ്ടമാനം വണ്ടികൾ കഴിഞ്ഞ സീസണിലൊക്കെ ഒരു 10,000 വണ്ടികളോലും തമിഴ്നാട്, കർണാടക, ആന്ധ്ര ഭാഗത്തേക്ക് വണ്ടി കയറ്റി പോയിട്ടുണ്ട്. ഒക്കെ ഇതിവിടെ കിട്ടുന്ന ടാക്സുകളാണ്. സാമിതി അടക്കം ഒരു 49,000 ടാക്സ് ഇറക്കുന്നുണ്ട് ഒരു ക്വാർട്ടറിൽ 3 മാസം. ആ വണ്ടികൾ കൊടുത്ത് വിറ്റ് പോവുകയാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഇവിടുന്ന് പല ആളുകളും ചെയ്യുന്നത് വെച്ചാൽ അവിടെ ഈ എന്താ പറയുക, ഈ ലൈറ്റും സൗണ്ടും പെയിന്റിൻ്റെ ഒക്കെ കാര്യം മെയിൻ പെയിന്റാണ് എല്ലാവരും പറയുന്നത്. ഈ പെയിന്റിൻ്റെ കാരണത്താൽ ഇവിടുന്ന് മറ്റേ ട്രെയിനിലൊക്കെ കയറിക്കൊണ്ട് മംഗലാപുരം അല്ലെങ്കിൽ ബാംഗ്ലൂര് ആ സൈഡിലേക്കൊക്കെ വരുന്നത്, അതേമാതിരി ചെന്നൈ, കോയമ്പത്തൂരൊക്കെ പോയിട്ട് അവിടുന്ന് അവരെ സ്റ്റേറ്റിൻ്റെ വണ്ടികൾ വിളിക്കുക. ഇതൊക്കെ കേന്ദ്രത്തിന്റെ നിയമമാണ് മൊത്തത്തിലുള്ളത്. പക്ഷെ ഇവിടെ കേരളത്തിൽ മാത്രം ഇതെന്താണ് ഇങ്ങനെ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്ത് ഞാൻ അടിച്ചേൽപ്പിക്കുന്നത് മനസ്സിലാകുന്നില്ല. ഇപ്പൊ നിങ്ങൾ ഇതിനകത്ത് പറഞ്ഞൊരു കാര്യം, ഇൻഷുറൻസിന്റെ ഒരു വിഷയം കൂടി പറയുന്നുണ്ടല്ലേ? അതെ, ഞാൻ ആ ഇൻഷുറൻസിൻ്റെ ഇതേമാതിരി സ്റ്റേജ് KSRTCന്റെ ചോദിച്ചിരുന്നു ഇവർക്ക് ഇൻഷുർ കിട്ടുമെന്ന്. അപ്പോൾ അവർ തന്ന മറുപടി എന്താ വെച്ചാൽ ഇൻഷുറൻസ് കമ്പനിയിൽ അന്വേഷിക്കാനാണ് പറഞ്ഞത്. പക്ഷേ നിയമമായിട്ട് ഒരു കാരണവശാലും ഇൻഷുറൻസ് ഈ ബഡ്ജറ്റ് ടൂറിസത്തിൽ പോകുന്ന ആളുകൾ കിട്ടൂല. കാരണം ഇൻഷുറൻസിന് പോട്ടെ, ഒരു ഇതുമില്ല. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്കത് നമ്മളെ കുടുംബത്തിൽ നമുക്ക് പോയി മാത്രം കൂട്ടിയാൽ മതി. സർക്കാർ എന്ത് ചെയ്യും? ഒന്നും ചെയ്യില്ല. അവരിങ്ങനെ പറയാമെന്നല്ല, റീലും കാറ്റും കാര്യങ്ങളും കിട്ടാൻ വേണ്ടി കാര്യങ്ങൾ പറയാമെന്നല്ലാതെ ഒന്നും തന്നെ. കാരണം തികച്ചും നിയമവിരുദ്ധമായിട്ടാണ് അവർ പോവുകയാണെങ്കിൽ സ്പെഷ്യൽ പെർമിറ്റ് എടുക്കണം. ഈ സ്പെഷ്യൽ പെർമിറ്റ് എടുക്കണമെങ്കിൽ അവർക്ക് CF വേണം, പൊല്യൂഷൻ വേണം, പല ടാക്സ് വേണം, ഒക്കെ ഉണ്ടെങ്കിൽ പെർമിറ്റ് കൊടുക്കുള്ളൂ സ്പെഷ്യൽ പെർമിറ്റ്. അതൊന്നും ഇല്ലാതെയാണ് ഒരു ടാക്സും ഇല്ല, പൊല്യൂഷനും ഇല്ല, ഇൻഷുറൻസും ഇല്ല, ഒന്നും ഇല്ലാത്ത വണ്ടികളാണ് ഈ ബഡ്ജറ്റ് ടൂറിസം നടത്തുന്നത്, പെർമിറ്റ് എടുക്കാതെ പോലും. അപ്പം അതൊക്കെ പറഞ്ഞാൽ ഭീമമായ നഷ്ടമാണ് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ചു. അതേമാതിരി ഇൻഷുറൻസ് ഒരാൾക്കും കിട്ടില്ല എന്നുള്ളത് 101% ഉറപ്പാണ്. കാരണം അവർ പെർമിറ്റ് ഇല്ലാതെ പോകുന്നത് അല്ല. അവർ ടൂറിസ്റ്റ് ബസ് എടുത്തിട്ട് കോണ്ടാക്ട് ചെയ്ത് രജിസ്റ്റർ ആയിട്ട് അവർ ഓടിക്കോട്ടെ. അപ്പോൾ അവർ ആ ട്രിപ്പുകൾ മാത്രമേ ഓടാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് റൂട്ടിൽ ഓടാൻ പറ്റൂല. അപ്പോൾ ഞങ്ങൾക്ക് അവർ തുല്യാവും. അങ്ങനെ അവർക്ക് കിട്ടൂല. അവർ ശരിക്ക് എന്താ പറയുക, സാധാരണ റൂട്ടിൽ സർവീസ് നടത്താൻ വേണ്ടിയിട്ടാണ് പൊതുമേഖല സ്ഥാപനങ്ങളിലേക്ക് ആ സ്ഥലത്താണ് അവർ നടത്തുന്നത്. ബഡ്ജറ്റ് ടൂറിസം അല്ല അവർ നടത്തുന്നത്. അപ്പോൾ അവരത് നടത്താതെ സാധാരണ റൂട്ടിലോടുന്ന ഈ പല ഉൾനാട്ടിലേക്കൊക്കെ പോകുന്ന വണ്ടികൾ ആൾക്കാർ കാത്തിക്കുമ്പോൾ ആ വണ്ടി വരില്ല. അപ്പോൾ ശനി ഞായർ ദിവസങ്ങളിൽ പൊതുവേ ഓഫീസൊന്നും ഇല്ലാത്ത സമയത്ത് ആളുകൾ കുറയും. ആ സമയത്ത് ഇവരെന്ത് ചെയ്യും?
ടൂറിസം എന്ന് പറഞ്ഞിട്ട് പോകും. അവർക്ക് ലാഭം അവിടെയോടാ ഇവിടെയോടാ. അതാണ് ഏറ്റവും വലിയ ഈ ബഡ്ജറ്റ് ടൂറിസത്തിൽ പോകേണ്ട ആൾക്കാരോട് പറയാനുള്ളത്. കാരണം നമ്മൾ കാണിക്കേണ്ട കാര്യം ഈ നിറത്തിന്റെ കാര്യം കൂടി പറയുന്നുണ്ടല്ലേ, അതെന്താ കേരളത്തിൽ മാത്രം ഇങ്ങനെ വരുന്നത്? അതെ, അതാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഞങ്ങൾ ഇവിടെ എന്താ പറയുക, വടക്കാഞ്ചേരി ആക്സിഡന്റ് ആയ സമയത്ത് പെട്ടടിക്ക് കളർ അടിക്കണം എല്ലാവരും ഭീമമായ സംഖ്യ മുടക്കിക്കൊണ്ട് വണ്ടിമേലൊക്കെ പിന്നെ 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 കളറും മറ്റേ പല വർക്കുകൾ ചെയ്ത ആളുകളൊക്കെ പൊളിപ്പിച്ചുകൊണ്ട് സ്റ്റിക്കർ പോലും പൊളിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്ത് ഞങ്ങൾ കളറടിപ്പിച്ച് ഞങ്ങൾ കളറടിച്ച് ഓടാൻ തയ്യാറായി. കുറെ കളറൊക്കെ അടിച്ചു ഓടിയപ്പോൾ ഇപ്പോഴാ പിന്നെ ഇവിടെ നിന്നുള്ള ആളുകൾ കുട്ടികളൊക്കെ അധിക കുട്ടികളും കോളേജ് സ്കൂൾ പിള്ളേഴ്സ് മാത്രമേ അധികം ഇവിടുന്ന് പോകുന്നത്. എല്ലാത്തവർക്കും ഇവിടുന്ന് ഗോവ അല്ലെങ്കിൽ കർണാടകയിൽ അങ്ങോട്ടൊക്കെ പോകുന്ന ആളുകളൊക്കെ ഇവിടുന്ന് ട്രെയിനിലാണ് പോകുന്നത്. ട്രെയിനിൽ പോയിട്ട് അവിടുന്ന് വണ്ടി വിളിക്കുക. അപ്പൊ കേരളത്തിൽ മാത്രം ഒരു നിയമവും തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കർണാടകയിലോ ഒരു സ്ഥലത്തും ഇങ്ങനെ കളർ വൈറ്റ് ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് ഏരിയ ഇല്ല. ഇപ്പം ഈ വെള്ള നിറത്തിലുള്ള പെയിന്റ് അടിക്കണം എന്ന് പറയുന്നു, അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ അമിതവശത്തുള്ള പാട്ടുകളും മറ്റ് LED അല്ലെങ്കിൽ മറ്റേ ലേസർ പോലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം എന്ന് പറയുന്നു. നിങ്ങളത് ചെയ്യുന്നു. പിന്നെ മറ്റേ കേരളത്തിൽ തന്നെ ഈ തരത്തിലുള്ള വണ്ടികൾ ഓടുന്നുണ്ട്. അതെ, അത് നിങ്ങൾക്ക് തന്നെ ഓരോ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും മറ്റു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം അവര് വ്യൂസും അവർക്ക് റീച്ചും മതി, അവർക്ക് പണം കാര്യങ്ങളൊന്നുമല്ല. അതെങ്ങനെയാ സാധ്യമാകും? അത് സാധ്യമാകുന്ന എന്തായാലും ഇവിടുത്തെ പിന്നെ ഉദ്യോഗസ്ഥന്മാരെ ഞാൻ മറുപടി പറയേണ്ടതായി. കാരണം ന്യായമായ സെറ്റും സൗണ്ടും എല്ലാവർക്കും വെച്ചോട്ടെ, അതിന് ഞങ്ങൾ സപ്പോർട്ട് 100% സപ്പോർട്ടാണ്. അല്ലാതെ ഇപ്പോൾ APT പെർമിറ്റ് ഉണ്ട്, ഓൾ ഇന്ത്യ പെർമിറ്റ്, ആ വണ്ടികൾക്ക് ഇവിടെ കളർ അടിച്ചുകൂടാ, കുഴപ്പമില്ല. ഈ സാധാരണ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ഓൾ ഇന്ത്യ പെർമിറ്റ് വണ്ടികൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്താലും എവിടെ രജിസ്റ്റർ ചെയ്താലും അവർക്ക് കളർ അടിച്ചുകൂടാ. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത വണ്ടിക്കും കളർ അടിച്ചുകൂടാ. അതാണ് ഇവരിപ്പോ അതേമാതിരി ടാക്സിന്റെ കാര്യം. ഒരു 5-6 വർഷം മുമ്പ് ടാക്സ് 10% കോണ്ടാക്ട് ഗാരേജിന്റും അതേമാതിരി എല്ലാ വണ്ടിയും സ്റ്റേജ് ഗാരേജിന്റെ ടാക്സുകൾ 10% കുറച്ചിരുന്നു. ഇപ്പൊ അവരെന്താ ചെയ്തെന്ന് വെച്ചാൽ കോണ്ടാക്ട് ഗാരേജിന്റെ ടാക്സ് മാത്രം 10% കൂട്ടി. സ്റ്റേജ് ഗാരേജിന് ആർക്കും കൂടിയിട്ടില്ല. കാരണം ഈ സാധാരണ വണ്ടിക്കാർ ഭയങ്കര കഷ്ടപ്പെടുകയാണ്. 10% ടാക്സ് എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഓട്ടമില്ല. ഇപ്പൊ ശബരിമല ആയാലും പല അമ്പലങ്ങളായാലും ഇപ്പൊ നാഗൂർ, ഏർവാടി, മുത്തുപേട്ട അങ്ങനത്തെ പല സ്ഥലങ്ങളിലും KSRTC ട്രിപ്പ് എടുത്ത് പോകുന്നുണ്ട്. പക്ഷെ അതൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പൊതുവേ ഓട്ടമില്ലാത്ത സമയമാണ് ഈ സമയത്ത്. അണികളൊക്കെ ആയ ബുദ്ധിമുട്ടായിട്ട് ഈ CC അടക്കാനൊക്കെ പുതിയ വണ്ടികളൊക്കെ 1 ലക്ഷത്തിന്റെ മേലെ CC ഉണ്ട്, ഒരു നിലക്കും അടക്കാൻ കഴിയുന്നില്ല. അപ്പോൾ 2 നിയമമാണ്. ഒരു വണ്ടികൾ കളറടിച്ച് ഓടാമെന്നും മറ്റുള്ള വണ്ടി കളറടിച്ച് ഓടാൻ പാടില്ല. ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും KSRTC നല്ല കളറിലും ഇതിലും വരണം, ജനങ്ങൾക്ക് TV ഇടണം, ഞങ്ങൾ ഇൻവേർട്ടർ പോലും വെക്കാൻ പാടില്ല എന്നാ പറഞ്ഞത്. ഇൻവേർട്ടർ വെക്കണം, പിന്നെ എന്തും അതിൻ്റെ വണ്ടിയിലുണ്ടില്ല എന്തും ചെയ്യാം. നേരെ മറിച്ച് നമ്മളെ വണ്ടിയിൽ നിന്ന് എന്തൊക്കെ ചെയ്ത് വണ്ടി നോക്കി കണ്ട് ആയതിന്റെ ശേഷമാണ് പെർമിഷൻ തരുന്നത്, പെർമിഷൻ എടുക്കുന്ന വണ്ടിക്കാർക്ക്. നേരെ മറിച്ച് KSRTC എന്തും ചെയ്യാന്നാണ് മിനിസ്റ്റർ തന്നെ പറയുന്നത്. ഇപ്പൊ മിനിസ്റ്റർ പറയുന്നുണ്ട്, ഇപ്പൊ നിങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, മിനിസ്റ്റർ പറഞ്ഞത് എന്താ വെച്ചാൽ പിന്നെ 80 കിലോമീറ്ററിൽ പിന്നെ കേരളത്തിൽ 80 കിലോമീറ്ററാണ്, കർണാടക തമിഴ്നാട്ടിലൊക്കെ 100 കിലോമീറ്ററാണ്. അപ്പൊ അത് ഇല്ലാത്തത് കൊണ്ട് KSRTCക്ക് മൈലേജ് കുറയുന്നു. പക്ഷെ ലക്ഷങ്ങൾ മുടക്കി ഞങ്ങൾക്ക് മൈലേജ് കുറയുന്ന പ്രശ്നമില്ല. ഞങ്ങൾ 80 കിലോമീറ്റർ തന്നെ ഓടണം. ഞങ്ങൾ ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ വണ്ടി ഒരു മൂളിച്ച മാത്രം ഉണ്ടാവും. 80-ലായി കഴിഞ്ഞാൽ പിന്നെ സ്പീഡ് കൂടാൻ പറ്റുന്നില്ല. കാരണം ഞങ്ങൾ ഡീസൽ എത്ര കത്തുന്നുണ്ട്, ഞങ്ങൾ വണ്ടി റണ്ണിങ്ങിൽ ഓടി എത്തുന്നില്ല, കാര്യങ്ങളില്ല. അതുപോലെ തന്നെ ഇപ്പം ഈ രാത്രി യാത്ര പാടില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് വണ്ടികൾ വിട്ടെത്തുന്നില്ല. ഒരു നൽകും ഇതൊക്കെ അപകടം തടയുന്നതിന് വേണ്ടിയിട്ടാണ്. അപകടം ആയിക്കോട്ടെ, അപകടം ഞങ്ങൾ ഒന്ന് നോക്കിയാൽ മതി. അധികം ഇവിടെ ആക്സിഡന്റ് ആണ് KSRTC ആണോ അല്ലെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ഗാരേജ് ആണോ? ഒരു 100 KSRTC ആക്സിഡന്റ് ആകുമ്പോൾ ഞങ്ങളുടെ 2-3 കോണ്ടാക്ട് ഗാരേജ് ആക്സിഡന്റ് ആകുന്നുള്ളൂ. അപകടം തടയാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ മിതമായ സെറ്റ്, മിതമായ സൗണ്ട്, അത് സർക്കാർ എന്താന്ന് തീരുമാനം പറയാം. എല്ലാവർക്കും ഒരേ നിയമമാക്കുക. അല്ലാതെ ഇതൊരു കൂട്ടരോട് മാത്രം പിന്നെ എങ്ങനെയും ഒരു കൂട്ടരോട് ഇങ്ങനെയും ചെയ്യുന്നത് ശരിയാണോ? കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ഒരു വണ്ടി സിംഗിൾ ഡ്രൈവറാണ്. രാത്രി 12 മണിക്ക് എടുത്ത വണ്ടി അവിടെ നിന്ന് 10-11 മണിയാണ് ഇവിടെ എത്തുമ്പോൾ, കോഴിക്കോട് എത്തുമ്പോൾ. അപ്പോൾ ഈ വണ്ടി പിന്നെ എന്താ പറയാ വരുമ്പോൾ ഡ്രൈവർ, കാരണം ശരിക്കും ഒരു വെളുപ്പിന്, ഇപ്പൊ ഞങ്ങളൊക്കെ വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ്, വെളുപ്പിന് ഇവിടെ എത്തുമ്പോൾ കണ്ണ് മാളി പോകും. സിംഗിൾ ഡ്രൈവറാണ് പോകുന്നത്. നേരെ മറിച്ച് ഇത്രയും ലോങ് പോകണ വണ്ടിയിൽ ഞങ്ങൾ 2 ഡ്രൈവർ ഉണ്ടാവും, ഒരു ക്ലീനർ ഉണ്ടാവും, 3 ആൾ വണ്ടിയിലുണ്ടാവും. 2 ഡ്രൈവർ ഒരു ക്ലീനർ വെച്ചിട്ടാണ് വണ്ടി സർവീസ് നടത്തുന്നത്. ഇതല്ല, സിംഗിൾ ഡ്രൈവറാണ് വന്നത്. ഇപ്പോഴും ബാംഗ്ലൂർ സർവീസിലൊക്കെ പോകുമ്പോൾ സിംഗിൾ ഡ്രൈവറാണ് KSRTC ഉള്ളത്. പക്ഷെ അതേസമയം നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് ബസ്സുകളിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ ഒരു ബസ്സിലെ ഡ്രൈവർ മദ്യപിച്ച് വിഷയം ഉണ്ടാക്കിയതൊക്കെ.
അപ്പൊ അതും നമ്മൾ കാണേണ്ടത്. തീർച്ചയായിട്ടും അങ്ങനത്തെ കാര്യങ്ങൾ 100% കാണേണ്ടതാണ്. അങ്ങനത്തെ ഇതുണ്ടെങ്കിൽ നമ്മളെ ഓണേഴ്സ് തന്നെ അതിനുള്ള എല്ലാ ആക്ഷൻ എടുക്കുന്നുണ്ട്, നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. സ്ഥിരമായി റൂട്ടിൽ ഓടുന്ന ബസ്സുകളെയാണ് സ്റ്റേജ് കാരേജ് ബസ്സുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നാം ചില സമയത്ത് ബസ്സുകൾ വാടകയ്ക്ക് എടുത്ത് ഉപയോഗിക്കാറുണ്ട്. അത്തരം ബസ്സുകളെയാണ് കോണ്ടാക്ട് കാരേജ് ബസ്സുകൾ എന്നും പറയാറുള്ളത്. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ കോണ്ടാക്ട് കാരേജ് ഓണേഴ്സ് കമ്മ്യൂണിറ്റി ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് KSRTC ബസ്സുകൾ അവരുടെ ബജറ്റ് ടൂറിസം യാത്രകൾക്ക് ഉപയോഗിക്കുന്നത് ഇത്തരത്തിൽ സ്റ്റേജ് കാരേജ് ബസ്സുകളാണ് എന്നുള്ളതാണ്. ഇതിന് തന്റെ ആരോപണത്തിന് സാധുതയേറ്റുന്നതിന് വേണ്ടി ജലീൽ അദ്ദേഹത്തിന് ലഭിച്ച ചില വിവരാവകാശ രേഖകൾ പ്രകാരമുള്ള ഉത്തരങ്ങൾ കൂടിയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആ രേഖയ്ക്കകത്ത് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഇത്തരത്തിൽ കോണ്ടാക്ട് കാരേജ് വാഹനങ്ങളുടെ ട്രിപ്പുകൾ എടുക്കുകയാണെങ്കിൽ സ്റ്റേജ് കാരേജ് വാഹനങ്ങൾ ഏത് പെർമിറ്റ് എടുത്താലാണ് അവയ്ക്ക് ആ ട്രിപ്പുകൾ എടുക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ്. അതിന് പ്രത്യേകം പെർമിഷൻ വേണമെന്നുള്ളൊരു ഉത്തരമാണ് കോഴിക്കോട് RTOയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അത്തരത്തിൽ സ്റ്റേജ് കാരേജ് പെർമിറ്റ് മാത്രമുള്ള KSRTC വാഹനങ്ങൾക്ക് വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് സ്പെഷ്യൽ പെർമിറ്റ് RTOയിൽ നിന്ന് എടുക്കാൻ പെർമിറ്റ് വാങ്ങാറുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്നും, അത്തരത്തിൽ സ്പെഷ്യൽ പെർമിറ്റ് വാങ്ങാതെ വാഹനം ഓടിക്കാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അതും പാടില്ല എന്നുള്ള ഉത്തരവുമാണ് ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇപ്രകാരമാണ് KSRTC തരത്തിൽ നിയമം ലംഘിച്ചുകൊണ്ട് ബജറ്റ് ടൂറിസം യാത്രയ്ക്ക് സ്റ്റേജ് കാരേജ് ബസ്സുകൾ ഉപയോഗിക്കുന്നു എന്നുള്ള ചോദിക്കുന്നത്. അതിന്റെ ഭാഗമായി അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട ആരോപണം കൂടിയുണ്ട്. ഇവയ്ക്ക് ഇൻഷുറൻസ് പരിരക്ഷ, ഇത്തരം വാഹനങ്ങളിൽ ബജറ്റ് ടൂറിസം യാത്രകൾക്ക് പോകുന്നവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമെന്ന ചോദ്യത്തിന് അത് ഇൻഷുറൻസ് കമ്പനിയോട് ചോദിക്കണം എന്നുള്ള ഒരു ഉത്തരമാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് രസകരമായ ഒരു ഉത്തരം RTOയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരം യാത്രകളിൽ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ അപകടത്തിൽ എന്തെങ്കിലും പരിക്കോ മറ്റു കാര്യങ്ങളോ സംഭവിക്കുകയാണെങ്കിൽ അതിന് ഉത്തരവാദിത്തം ആരാണ് ഏറ്റെടുക്കുക എന്നുള്ളൊരു ചോദ്യം കൂടി ഇവിടെ ഇത്തരത്തിൽ ഇവർ ചോദിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഈ നിറത്തിന്റെ പേരിൽ തങ്ങളുടെ ബസ്സുകളെല്ലാം വെള്ള നിറം അടിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്ന സർക്കാർ എന്തുകൊണ്ടാണ് KSRTCക്ക് ഇത്തരത്തിൽ വർണ്ണശബളമായ ബസ്സുകൾ പുറത്തിറക്കുന്നത്? അവർക്ക് ആ നിയമം ബാധകമല്ലേ എന്നുള്ള ചോദ്യവും, അതുപോലെ തന്നെ ഓൾ ഇന്ത്യ പെർമിറ്റ് വാഹനങ്ങൾ കേരളത്തിൽ ഇത്തരത്തിൽ പല നിറത്തിലുള്ള പെയിന്റുകൾ അടിച്ചുകൊണ്ട് വാഹനങ്ങൾ യാത്ര നടത്തുന്നുണ്ടല്ലോ എന്നുള്ള ചോദ്യവും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. എന്തൊക്കെയായാലും ഇത്തരത്തിൽ ഇവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം തങ്ങളോട് ഒരു പ്രത്യേക നിയമവും നീതിയും പറയുമ്പോൾ ആ നിയമവും നീതിയും KSRTC ബസ്സിന് ബാധകമല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾക്ക് എന്തൊക്കെയായാലും ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ഇതിൽ എന്തെങ്കിലും നിയമലംഘനത്തിന്റെ പ്രശ്നമുണ്ടെങ്കിൽ അവ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. കോഴിക്കോട് നിന്ന് നിഖിൽ കക്കാടത്ത്, മറുനാടൻ TV.